എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പീരീഡ്സ് ആയാൽ മതി എന്നൊരു ചിന്ത മാത്രമായിരുന്നു കേട്ടോ എനിക്ക് ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ. കാരണം ഇതാണ്, കൂടെയുള്ള ഫ്രണ്ട്സ്, അതായത് പീരീഡ്സ് ആയ ഫ്രണ്ട്സൊക്കെ വന്ന് പറയും അവരെ ആ ഒരു പ്രിൻസസ് ട്രീറ്റ്മെന്റിനെ കുറിച്ച്. അവർക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. ഡ്രസ്സ്, ഓർണമെന്റ്സ്, അതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടിയെന്നൊക്കെ വന്ന് പറയും. അപ്പൊ എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ എനിക്ക് ഈ ഒരു ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും പീരീഡ്സ് ആവണം, എനിക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ കാത്തിരുന്ന് 7ാം ക്ലാസ്സിലെ വെക്കേഷന് എനിക്കും പീരീഡ്സ്. കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞ പോലെ തന്നെ പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആദ്യം ചാച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇഷ്ടമല്ല എല്ലാ തരത്തിലുള്ള സ്വീറ്റ്സും ചാച്ച മേടിച്ചോണ്ട്. അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഓർണമെന്റ്സ്, ഡ്രസ്സുകൾ, ഇതുള്ള കുറേ സാധനങ്ങൾ കിട്ടി. പക്ഷേ ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ട്രാപ്പ് ആയിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലായി. 2ാമത്തെ മാസം പീരീഡ്സ് ആയി. ആ ടൈമിൽ തന്നെ ഞാൻ ഈ ഒരു സാധനം വെറുത്തു പോയിട്ടോ. എന്നെ തറയിലാണ് കിടത്തിയത്, വിരിച്ചിട്ട് 4 ദിവസം തറയിൽ. 4ാമത്തെ ദിവസം എണീറ്റ് എല്ലാ അതുപോലെ പീരീഡ്സ് ആവുന്ന എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് അന്നേരം തന്നെ ഇട്ട ഡ്രസ്സ് കഴുകിയിടണം. അതിനിപ്പോൾ വയറുവേദന ഉണ്ടെങ്കിലും എന്ത് വേദന ഉണ്ടെങ്കിലും അന്നേരം തന്നെ അത് അലക്കിയിടണം. പീരീഡ്സ് ആവുന്ന ഈ 4 ദിവസവും സോഫയിൽ ഇരിക്കാൻ പാടില്ല, അലമാരി തുറക്കാൻ പാടില്ല, അതിലിരിക്കുന്ന ഒരു ഡ്രസ്സും തൊടാൻ പാടില്ല, കുളിക്കാണ്ട് കിച്ചണിൽ കയറാൻ പാടില്ല, വെള്ളം കോരാൻ പാടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ നീളുവാണ്. പിന്നീട് കുറച്ച് വിവരം വെച്ചപ്പോഴത്തേനും ഞാൻ ഇതൊക്കെ മാറ്റിയെടുത്തിട്ടാ എന്റെ വീട്ടിലെ എല്ലാ റൂൾസും ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ കെട്ടിച്ചു വിടുന്നത്. എന്റെ വീട്ടിനേക്കാൾ ഇരട്ടി റൂളായിരുന്നു അവിടെ. പക്ഷെ അവിടെ എനിക്ക് റൂളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് എന്റെ വീടല്ലോ. ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷനും ദേഷ്യവും തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വിളക്ക് കത്തിക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. എനിക്ക് പീരീഡ്സ് ആവുന്ന ആ ഒരു 4 ദിവസം വിളക്കൊന്നും കത്തിക്കാറില്ല. എങ്കിൽ പോലും സിറ്റ് ഔട്ടിലൂടെ എനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി എന്റെ പ്രവേശനം സിറ്റ് ഔട്ടിലൂടെ നിരോധിച്ചിട്ട് കിച്ചണിൽ കൂടെ, അത് ബാക്ക് സൈഡിൽ കൂടെ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നൊരു റൂൾ അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു ഇമോഷണൽ റോളർ കോസ്റ്ററോടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൂടെ സങ്കടമാവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ പല വീടുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇതൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ വളരെ ചേർത്ത് നിർത്തേണ്ട ഒരു സമയമാണ്. നമ്മൾ ഒരുപാട് കരുതലും സ്നേഹവും ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ വീട്ടുകാരാവാം, ഹസ്ബൻഡ് ആവാം, ആരാവാം, നമ്മൾ ചേർത്ത് നിർത്തലാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. ആശ്വാസം തരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്ന് തലോടൽ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിക്കാണ് കേട്ടോ, ഈ അമ്മമാരെന്തിനാണ് ഇത്തരം റൂൾസ് ഒക്കെ കർക്കശമാക്കിയതെന്ന്.